നമസ്കാരം. നമ്മൾ വെറ്റ കൊടി നട്ട സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളിതിൻ്റെ മുഴുവൻ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ കൃഷി രീതികളെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ വെറ്റ ഒരു 1.5-2 മാസം അടുപ്പിച്ചാവുന്നുണ്ട് നട്ടിട്ട്. 2 മാസമായി എന്ന് തോന്നുന്നു. 2 മാസമായി. നമ്മളിതിന് ഊന്നുകാല് കൊടുത്തിട്ടുണ്ട്, താങ്ങ് കൊടുത്തിട്ടുണ്ട്, കൊച്ചു താങ്ങുകൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇങ്ങനെയുള്ള തലയാണ് മേപ്പോട്ട് പടത്തേണ്ടത്. പിന്നെ കണ്ണി പൊട്ടുന്നത്, ഇതേപോലെ കണ്ണി പൊട്ടുന്നത് വെറ്റയായിട്ട് എടുക്കാനാണ്. ഈ തലയാണ് നമുക്ക് വേണ്ടത്. ചിലതിൽ നമ്മൾ ഈ മുറിച്ച് നടുമ്പോൾ ചുവട്ടിലേ തന്നെ ഇതുപോലെ കണ്ണിയായിരിക്കും പൊട്ടുന്നത്, തല വരില്ല. നമ്മൾ പിന്നെ ഒടിച്ചൊക്കെ കൊടുത്തിട്ട് അടുത്ത തല താണ്ട് ഇവിടെ കിളിർത്ത് വരുന്നുണ്ട്. അതാണ് മേപ്പോട്ട് കയറേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഇല്ലെങ്കിൽ കൊടി മേപ്പോട്ട് വളരില്ല. ഇതുപോലെ എന്താ പറയുക, കൊടി എൻ്റെ തല മേപ്പോട്ട് പോകണം. അതിൽ നിന്നാണ് കണ്ണികൾ പൊട്ടി വരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് വെറ്റ എടുക്കാൻ ഉപയോഗപ്രദമായ വെറ്റ കിട്ടുന്നത്. ഇതേപോലെ ഈ കണ്ണികളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊരു കണ്ണിയാണ്. ആ കണ്ണിയിൽ നിന്ന് കിട്ടുന്ന വെറ്റ ഇതേപോലുള്ള നല്ല വെറ്റയാണ്. നമ്മൾ മുകളിൽ തണലിട്ട് കൊടുത്തിട്ടുണ്ട്, പച്ച നെറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ചൂടിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ്. നല്ലവണ്ണം ചാണകപ്പൊടി നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. തടത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിൻ്റെ അടിയിൽ നമ്മൾ വാഴക്കച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പൊടിഞ്ഞ് അതിലേക്ക് വളമായി തന്നെ ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊന്നയുടെ ഇല ഇതിൻ്റെ മണ്ടയ്ക്കേക്ക് പൊതയിടാൻ പോവുകയാണ്. കൊന്നയില, ശീമക്കൊന്നയുടെ ഇല, അത് നല്ലൊരു വളവുമാണ്. എന്നിട്ട് ഈ തലകൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇതിൽ പിടിച്ച് വെച്ച് കെട്ടി കൊടുക്കണം. മുട്ടിന് കെട്ട് എന്നാണ് വെറ്റയുടെ ഒരു രീതി തന്നെ. എല്ലാ മുട്ടിനും കെട്ട് വെച്ച് കൊടുത്ത് മേപ്പോട്ട് നമ്മൾ കെട്ടി സപ്പോർട്ട് കൊടുക്കുന്നതനുസരിച്ച് നന്നായിട്ട് കരുത്തോടു കൂടി വളരും. ഇതാണ് നമ്മുടെ വെറ്റ കൃഷിയുടെ വിശേഷം. നമ്മൾ പിന്നെ ഇതിൽ ഇടയ്ക്ക് ഫാക്ടംബോസിൻ്റെ തരി, അതായത് ഒരു 4-5 നണി വീതം ഇങ്ങനെ ചേറി പോയിട്ടുണ്ട്, ഒരു കരുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമിതമായ രാസവള പ്രയോഗം എന്നല്ല, ചെറിയ ഒരു 2-3 തരി വീതം ഒരു മൂട്ടിൽ വീഴത്തക്ക രീതിയിൽ ദൂരെ കൂട്ടി ഈ ചാണകത്തിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 നേരം നമ്മളിപ്പോൾ നനയ്ക്കുന്നുണ്ട്. നല്ല ഈർപ്പം കിടക്കണം എപ്പോഴും. അതുപോലെ പൊതയും ഇടണം. ഇനിയിപ്പോൾ നമ്മൾ പാഞ്ചാലി എന്ന് നമ്മൾ പറയുന്ന പാഞ്ചാലിത്തോല്, പാഞ്ചിയിലത്തോല്, അത് നമ്മളിനി ഇട്ട് കൊടുക്കും. അതൊക്കെ വെട്ടി കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നല്ലൊരിതാണ്. പക്ഷേ ഇതിൽ പ്ലാവിൻ്റെ കരിയിലയോ ഇലയോ ഒന്നും വീഴാൻ പാടില്ല. ഇതിൻ്റെ തടത്തിൽ പ്ലാങ്കരിയില ഇട്ട് കൊടുക്കരുത്, പ്ലാവിൻ്റെ തോലിട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്താൽ പൂപ്പൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വെറ്റ കർഷകർ ശ്രദ്ധിച്ചാൽ നല്ല വിളവ് തന്നെ നമുക്ക് വെറ്റയിൽ നിന്ന് കിട്ടും. ഇപ്പോൾ അത്യാവശ്യം വെറ്റയ്ക്ക് ഈ ആഴ്ചയിൽ ജനുവരി 22, 23 തീയതികളിൽ വെറ്റയ്ക്ക് നല്ല 100 രൂപയിൽ പുറത്ത് കെട്ടിനായിട്ടുണ്ട്. വെറ്റ വില കുറവായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റ കൃഷിയുടെ വിശേഷങ്ങൾ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അതിലുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവരോട് ചോദിച്ച് നമ്മൾ ആ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും.